സ്കൂൾ അവധിക്കാല മാറ്റത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് സമ്മിശ്ര പ്രതികരണം. വിശദമായ ചർച്ചകൾക്ക് വേണ്ടിയാണ് മന്ത്രി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. ചുട്ടുപൊള്ളുന്ന വേനലിൽ വീട്ടിലിരിക്കണോ? തിമിർത്ത് പെയ്യുന്ന മഴക്കാലത്ത് അവധി ആസ്വദിക്കണോ? മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തിരികൊളുത്തിയത് ചർച്ചകളുടെ മാലപ്പടക്കത്തിന്. അവധിയല്ലേ, അഭിപ്രായങ്ങളും കെട്ടുപൊട്ടിച്ചോടി. അവധി എപ്പോഴാണ് വേണ്ട? ഏപ്രിൽ മെയിലാണോ വേണ്ട, ജൂൺ ജൂലൈയിലാണോ? അത് രണ്ടേലും കുഴപ്പമില്ല. പഠിപ്പാണ് മുഖ്യം. ഏപ്രിൽ മതി. എന്താ വെച്ചാൽ ഈ ജൂൺ ജൂലൈ വരുമ്പോ മഴയൊക്കെ, പിന്നെ ഡ്രസ്സൊക്കെ കഴുകിടാൻ നല്ല പാടാ. 2 മാസം മതി. ധാരാളമാണ് 2 മാസം. ജൂൺ ജൂലൈ മഴ ദിവസം ലീവ് കിട്ടിയാൽ മതി. ഏപ്രിൽ മെയിൽ മതി മഴ മുടക്ക്. എന്താ അങ്ങനെ പറയാ? അത് മഴയോടൊരുമ്മി വീട്ടിലിരുന്നാലോ? മഴക്കാലത്ത് ഒന്നാമത് റോഡിന്റെ അവസ്ഥയൊക്കെ അറിയാലോ, അപ്പൊ പിന്നെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ സ്കൂളിലേക്ക് എത്താന്ന് വെച്ചാൽ കുറെ ദൂരത്തു നിന്നൊക്കെ ട്രാവൽ ചെയ്യണ പിള്ളേർക്ക് പ്രശ്നമായിരിക്കും. ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഒക്കെ വിട്ടുപിടിക്കാൻ ചിലർ. ഒക്ടോബർ സെപ്റ്റംബർ ആ സമയത്ത് എന്താന്ന് വെച്ചാ അപ്പ മതി. തിളയ്ക്കുന്ന വേനലിൽ തളരാതെ കുട്ടികൾ വീട്ടിലിരിക്കട്ടെ എന്നുറപ്പിക്കുന്നവരുമുണ്ട്. എൻ്റെ അഭിപ്രായം ഈ ചൂടുകാലത്ത് സ്കൂൾ വേണ്ട എന്നാണ്. എന്തായാലും ചർച്ചകൾക്ക് അവധി നൽകരുതെന്ന കാര്യത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും ഒറ്റക്കെട്ട്. കൂടുതൽ ചർച്ച നടന്ന് അതിലൊരു പൊതുധാരണയിൽ എത്തട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മഴ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ഇപ്പോഴത്തെ പുതിയ കാലാവധി ഇതിൽ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട അവധികൾ വരുന്നത് ഒരു തടസ്സം തന്നെയാണ്. ഒരു പൊതു ചർച്ച ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആകെ ഒരു വീണ്ടും ഷഫ്ലിംഗ് വരില്ല, ആകെ നന്നായിട്ട് ആലോചിച്ച് എടുക്കേണ്ട തീരുമാനമാണ്. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം വിദ്യാഭ്യാസ രംഗത്തും കാലോചിതമായ നടപടികളും പരിഷ്കാരങ്ങളും ഒക്കെ ആവശ്യമാണ്. എന്നാൽ വിശദമായ ചർച്ചകളിലൂടെ വേണം തീരുമാനമെടുക്കാൻ എന്ന് മാത്രം. ക്യാമറമാൻ പ്രവീണിനൊപ്പം KB ലിബീഷ്, TCV ന്യൂസ്, തൃശൂർ.